ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സൂര്യമംഗലത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന പ്രതാപനെയും മറ്റുള്ളവരെയുമാണ്. അടുത്ത് കടവില മുടങ്ങി നിർത്ത്, നമുക്ക് ചായയോ എന്തെങ്കിലും കുടിക്കാമെന്ന് പ്രതാപൻ പറയുന്നു. അങ്ങനെ അവരൊരു കടയിൽ ചെന്ന് നിർത്തുകയാണ്. തുടർന്ന് പ്രതാപൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കടക്കാരൻ പ്രതാപനെ തിരിച്ചറിയുകയാണ്. എത്ര കാലമായി സാറേ സാറിനെ ഒന്ന് നേരിട്ട് കണ്ടിട്ട്? സാറിനെന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നല്ലോ. സുരേന്ദ്രൻ ചേട്ടനല്ലേ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ, അതെ, ഇത്രയും വലിയ സാറിനെ ഓർത്തിരിക്കുന്നത് പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നെന്ന് കടക്കാരൻ പറയുന്നു. മഹാദേവവർമ്മ സാറിന്റെ ജന്മശതാബ്ദിക്ക് സൂര്യമംഗലം തറവാട്ടിലേക്ക് പോവുകയാണോ നിങ്ങളെന്ന് കടക്കാരൻ ചോദിക്കുമ്പോൾ അതേ എന്ന് പ്രതാപൻ പറയുന്നു. അതേസമയം അതിലേ പോകുന്ന വേണുവും മറ്റുമൊക്കെ പ്രതാപനെ കാണുമ്പോൾ ഡ്രൈവറിനോട് വണ്ടി സൈഡാക്കാൻ പറയുകയാണ്. കടക്കാരനെ കണ്ടയുടൻ തന്നെ ബാഗ് കൊണ്ട് തന്റെ മുഖം മറച്ചു പിടിക്കുകയാണ് അംബിക. വേണുവേട്ടാ, ഈ നിൽക്കുന്ന ആളെ മനസ്സിലായോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ വേണുവും ആ കടക്കാരനെ തിരിച്ചറിയുകയാണ്. തുടർന്ന് പ്രതാപനൊരു ഫോൺ കോൾ വരുമ്പോൾ പ്രതാപൻ ശേഖരനോട് അംബികയോട് പുറത്തേക്ക് ഇറങ്ങി വരാനും എന്തെങ്കിലും വെള്ളം വേണമെങ്കിൽ കുടിക്കാൻ പറയാനുമായി പറയുന്നു. ചേച്ചി ഇറങ്ങി വാ, ചേട്ടൻ വിളിക്കുന്നുണ്ടെന്ന് ശേഖരൻ പറയുമ്പോഴാണ് കടക്കാരൻ അംബികയെ ശ്രദ്ധിക്കുന്നത്. ആഹാ, അംബിക കുഞ്ഞും വന്നിട്ടുണ്ടോ? അംബിക കുഞ്ഞെ നാണിക്കാതെ ഇറങ്ങി വരാനായി കടക്കാരൻ പറയുന്നു. പണ്ടേ പാണ്ഡവന്മാരിൽ തന്നെയായിരുന്നു എന്റെ ചായക്കട. അന്ന് മഹാദേവൻ സാറിന്റെ വീട്ടിൽ നിന്നും ചായക്കടയിലേക്കുള്ള പാലുമായി വന്നിരുന്നതേ അംബിക കുഞ്ഞായിരുന്നു. ഇത് കേൾക്കുന്ന കൊച്ചമ്മണി ചോദിക്കുകയാണ്, അപ്പോൾ അംബികയ്ക്ക് പണ്ട് പാൽ കച്ചവടമായിരുന്നു? ഇത് കേൾക്കുന്ന കടക്കാരൻ പറയുകയാണ്, അതേലോ. നേരാണോ അംബികെ, പണ്ട് നിനക്ക് പാൽ കച്ചവടവും പായസ കച്ചവടവും ഒക്കെ ആയിരുന്നു എന്ന് കൊച്ചമ്മണി ചോദിക്കുമ്പോൾ നാണം കെട്ട് തലകുനിച്ചിരിക്കുകയാണ് അംബിക. തുടർന്ന് അംബിക ദേഷ്യത്തോടെ കടയിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, എടോ, ഞാൻ തൻ്റെ കടയിൽ പണ്ട് പാലൊക്കെ കൊണ്ട് തന്നിരുന്നെങ്കിലേ അന്നത്തെ അംബിക മരിച്ചുപോയി. ഇപ്പം നിൽക്കുന്നതേ പുതിയ അംബികയാണ്. തുടർന്ന് ദേഷ്യത്തോടെ 1 രൂപയുടെ മിഠായി എടുത്തതിന് ശേഷം 100 രൂപ വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് അംബിക. പ്രതാപ, ഇനി അങ്ങോട്ടേക്ക് ഞാൻ നിന്റെ കൂടെയാ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അംബിക പ്രതാപന്റെ കാറിലേക്ക് ചെന്നിരിക്കുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോയതിനു ശേഷം കടയിൽ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് കൊച്ചമ്മിണി. പിന്നീട് കാണിക്കുന്നത് കൊച്ചമ്മിണിയും മറ്റുള്ളവരും വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുന്നതാണ്. പാൽ കച്ചവടവുമായി നടന്ന അവളാണ് എൻ്റെ അടുത്ത് പുട്ട് കച്ചവടവുമായി വന്നത്. ഞാൻ കണ്ട വീടുകളിൽ തൂത്തു തുടച്ച് നടന്നു, അവൾ പാല് വിറ്റ് നടന്നു. ഞങ്ങൾ തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? ജയന്റെ അമ്മേ, നമ്മൾ പോകുന്നതേ ഒരു നാട്ടിൻ പുറത്തേക്കാണ്. അംബികാമേടത്തെക്കുറിച്ച് നിങ്ങൾ പാണ്ഡവൻപാറ ചെല്ലുമ്പോഴേ കേൾക്കാൻ പാടില്ലാത്ത പലതും കേൾക്കും. പണ്ട് മഹാദേവവർമ്മ സാറിന്റെ കോവിലകത്ത് പാല് വിറ്റ് നടന്നിട്ടുണ്ടാകാം. പക്ഷേ അംബികാവർമ്മ ഇന്നതല്ല. അതുകൊണ്ട് നിങ്ങളതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു നടന്നാൽ മാത്രം മതി. നട്ടുച്ചയ്ക്ക് പോലും പ്രേതങ്ങൾ ഇറങ്ങുന്ന പ്രദേശമാണ് പാണ്ഡവൻപാറ. എല്ലാവരും ഒന്ന് സൂക്ഷിച്ചേക്കണം എന്നുകൂടി വേണു പറയുമ്പോൾ എല്ലാവരും പേടിയോടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും സൂര്യമംഗലത്ത് എത്തിയിരിക്കുന്നതാണ്. തുടർന്ന് പ്രതാപൻ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഓർക്കുന്നതാണ് കാണിക്കുന്നത്. മഹാദേവവർമ്മയുടെ പിയുടെ ജോലിയായിരുന്നു പ്രതാപൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കാര്യസ്ഥനായിരുന്നു വേണു. അങ്ങനെ പ്രതാപൻ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ആ തറവാടിന് ചുറ്റും ഭയത്തോടെ നോക്കുന്ന അംബികയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സരസ്വതി തമ്പുരാട്ടിയും അവിടുത്തെ ഇപ്പോഴത്തെ കാര്യസ്ഥനും രാജുവും മറ്റും ഒരു മാലയുമായി പുറത്തേക്ക് വരുന്നതാണ്. തുടർന്ന് സരസ്വതി പ്രതാപന് മാലയണിയിക്കുമ്പോൾ ആരതിത്തട്ടവുമായി പുറത്തേക്ക് വരികയാണ് ഋതിക. തുടർന്ന് സരസ്വതി പറയുകയാണ്, പ്രതാപന്റെ ഗുരുനാഥനല്ലായിരുന്നോ മഹാദേവവർമ്മ? ഗുരുവിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറിക്കോ. അങ്ങനെ അകത്തേക്ക് കയറുന്ന എല്ലാവരും മഹാദേവവർമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പഴയ ചില കാര്യങ്ങൾ ഓർക്കുകയാണ് അംബിക. ഒരിക്കൽ ഒരു രാത്രി സൂര്യമംഗലം തറവാട്ടിൽ വെച്ചുകൊണ്ട് മഹാദേവവർമ്മ പ്രതാപനോട് പറയുകയാണ്, എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ സമയമായെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്ന അംബിക പറയുകയാണ്, എൻ്റെ ആഗ്രഹങ്ങൾ നടക്കാൻ സമയമായെന്നാ തോന്നുന്നത്. ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായി എന്നെ വിളിക്കുമോ എന്നും അംബിക മനസ്സിൽ പറയുന്നു. എൻ്റെ കാലം കഴിഞ്ഞു പ്രതാപ, ഇനി പുതിയ തലമുറയ്ക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കണമെന്നും മഹാദേവവർമ്മ പറയുന്നു. പ്രതാപ, ഇലക്ഷൻ അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ വരുന്ന ഇലക്ഷനിൽ ഞാൻ എന്താണെങ്കിലും മത്സരിക്കുന്നില്ല. പകരം ഈ സീറ്റ് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ പോവുകയാണ്. എന്റെ അനന്തരാവകാശി മറ്റാരാ പ്രതാപ? നിനക്ക് തന്നെയാണ് ആ സീറ്റ്. നീ ഇലക്ഷനിൽ മത്സരിച്ച് മന്ത്രിയാകണമെന്ന് മഹാദേവവർമ്മ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അംബിക. ഇല്ല സാർ, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പ്രതാപൻ പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് നിന്നെപ്പോലെ ഒരു നായകനെയാണെന്നും നിന്റെ ലക്ഷ്യം രാഷ്ട്രസേവനമാണ്, കളങ്കരഹിതമായ രാഷ്ട്രസേവനം. അതുകൊണ്ട് നീ തന്നെ മത്സരിക്കണമെന്ന് കർശനമായി പറയുകയാണ് മഹാദേവവർമ്മ. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന അംബികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.